നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ രാവിലെ എല്ലാവർക്കും നല്ലതാവട്ടെ, നല്ല കുറേ കാര്യങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ, നല്ല കുറേ വാർത്തകൾ ഉണ്ടാവട്ടെ. പക്ഷേ ഇന്നത്തെ ദിവസത്തിനെ ന്യൂസ് 18 മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായൊരു വാർത്തയുമായിട്ടാണ്. അതിങ്ങനെയാണ്: രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാം ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശം, ആ വലിയ ഏറ്റവും നിർണായകമായ ശബ്ദ സന്ദേശം ഞങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുകയാണ്. ആ വാർത്ത തന്നെയാണ് ഇന്നത്തെ രാവിലെയിൽ ഏറെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ളത്. ആ വാർത്തയിലേക്ക്, അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളിലേക്ക്, മറ്റു കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് വളരെ വേഗം എത്തണം. അതിനു മുൻപ് ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാം ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശം ന്യൂസ് 18. ഫെനി ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാൻ, തലയും ബാലുമില്ലാത്ത ചാറ്റുകളൊന്നും അവസ്ഥ ഉണ്ടാവത്തില്ല. ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന് ഞാൻ ഫെനിയെ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുക. കേസിൽ രാഹുലിൽ നിന്ന് നിർണായകം. ജാമ്യാപേക്ഷയിൽ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വാദം കേൾക്കും. കേരള കോൺഗ്രസ് എം മുന്നണി മാറുമോ? നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത്. മുന്നണി മാറ്റത്തിൽ പാർട്ടിയിൽ വ്യക്തമായ അഭിപ്രായ ഭിന്നത. ജോസഫ് വിഭാഗത്തിന്റെ സ്പെഷ്യൽ കൺവെൻഷനും ഇന്ന്. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തെരഞ്ഞെടുപ്പൊരുക്കം ചർച്ചയാകും. ടേം വ്യവസ്ഥയിലെ ഇളവും പരിഗണനയ്ക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ KP ശങ്കർദാസിനെ ആശുപത്രി മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമിന്ന്. തന്ത്രിക്കായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ SIT. വെനസ്വേലയിൽ പ്രതിപക്ഷ നേതാവ് ട്രംപിനെ കണ്ടു. തനിക്ക് ലഭിച്ച സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ട്രംപിന് സമ്മാനിച്ച് മറിയ കൊറീന മച്ചാഡോ. പ്രതിപക്ഷം അമേരിക്കയ്ക്കൊപ്പമെന്നും മച്ചാഡോ. ഇറാൻ ആക്രമിക്കാൻ അമേരിക്ക. US വിമാനവാഹിനി കപ്പൽ ദക്ഷിണ ചൈന കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക്. വ്യോമപാത തുറക്കാതെ ഇറാൻ. ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി കടുത്ത പോരാട്ടം. കണ്ണൂരും കോഴിക്കോടും തമ്മിൽ ഇഞ്ചോടിഞ്ച്. 3ാം ദിനമായ ഇന്ന് ഭരതനാട്യവും കുച്ചിപ്പുടിയും അടക്കം ജനപ്രിയ മത്സരങ്ങൾ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഏറെ നിർണായകമായ 3ാമത്തെ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശം അത് ന്യൂസ് 18 പുറത്തുവിടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാം ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശമാണ് ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നത്. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ അതിജീവിത, ഫെനി ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനും ഇനിയും പരാതിക്കാർ വരുന്നത് തടയാനുമാണെന്ന് ശബ്ദ സന്ദേശത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തലയും വാലുമില്ലാത്ത ചാറ്റുകളാണ് ഫെനി പുറത്തുവിട്ടത്. 2024 ജൂലൈയിൽ പരിചയപ്പെട്ട ഫെനിയുമായി 2025 നവംബർ വരെയായിരുന്നു തനിക്ക് അടുത്ത സൗഹൃദമുണ്ടായിരുന്നത് എന്ന് അതിജീവിത പറയുന്നു. രാഹുൽ അങ്ങേയറ്റം സ്ട്രെസ്സും ട്രോമയും തന്നതിന്റെ ഫലമായി 2024 മെയ് മാസത്തിലാണ് തനിക്ക് മിസ്കാരേജ് സംഭവിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരോപണങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ രാഹുലുമായി വിശദമായി സംസാരിക്കാനാണ് 3-4 മണിക്കൂർ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടത്. അതല്ലാതെ വീണ്ടും രാഹുലുമായുള്ള ശാരീരിക ബന്ധത്തിനല്ല. പരാതി നേരത്തെ കൊടുത്തിരുന്നുവെങ്കിൽ മറ്റ് 2 പെൺകുട്ടികൾക്ക് ഈ അനുഭവം ഉണ്ടാവുമായിരുന്നില്ല. ഇതൊന്നും കണ്ട് താൻ പേടിക്കില്ല എന്നും സൈബർ ആക്രമണം ഉണ്ടാകുമെന്ന് അറിഞ്ഞു തന്നെയാണ് പരാതി നൽകിയതെന്നുമാണ് ശബ്ദ സന്ദേശത്തിൽ അതിജീവിത വ്യക്തമാക്കുന്നത്. ആദ്യം ആ ന്യൂസ് 18 പുറത്തുവിടുന്ന ശബ്ദ സന്ദേശത്തിലേക്ക്. രാഹുല് എനിക്കിത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ ആള് ഇറങ്ങി ഓടുന്നൊരു സ്വഭാവം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങളെ ചാറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറങ്ങി ഓടാൻ പറ്റില്ല, എനിക്ക് ഇത്ര സമയം വേണമെന്ന് ഞാൻ പറയുന്നുണ്ട്.
എനിക്ക് സേഫ് ആയിട്ടൊരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഹുലിനെ കാണാൻ വരും എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും. രാഹുലിൻ്റെ സൈഡിൽ നിന്ന് രാഹുലിൻ്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിൻ്റെ പേരുണ്ട്, അത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫെനി എങ്കിൽ ഫെനി ആരെങ്കിലും കൊണ്ടുപോകും. ഫെനിയാണെങ്കിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ്, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല എന്ന് ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ കാര്യം ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഫെനി ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്, ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ കൂടെ കാണും. അപ്പോൾ രാഹുലിൻ്റെ കൂടെ നീ വരണം, നീ വരുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് നിന്നെ കാണുകയും കൂടെ ചെയ്യാലോ എന്ന് ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഞാൻ ഈ സേഫ് പ്ലേസ് വേണമെന്ന് പറയുന്നുണ്ട് ഇവരായിട്ട്. അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തലയും വാലും ഇല്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണമെന്ന് പറയുമ്പം എന്നെ ലക്ഷ്യം ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 3-4 മണിക്കൂർ കാണുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സമാധാനത്തോടെ ഒന്ന് സംസാരിച്ച് ഐ നീഡ് ക്ലോഷർ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സേഫ് ആയിട്ടുള്ള സ്ഥലം വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഓഫീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ കാരണം പറയുന്നുണ്ട്. എന്ന കാരണം കൊണ്ടാണ് ഓഫീസ് പറ്റത്തില്ല എന്ന് പറയുന്നത്. മറ്റെവിടെയായാലും എനിക്ക് കുഴപ്പമില്ല, രാത്രി ആയാലും പകലായാലും കുഴപ്പമില്ല. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, അവിടുന്ന് ആൾക്കാരെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ 3-4 മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് പോലും. പിന്നീട് ഇവരിതിങ്ങനെ ഒഴിഞ്ഞു മാറി എനിക്ക് മനസ്സിലായി ഇവരിത് ഒഴിവാക്കുവാണ്. പറഞ്ഞിട്ട് ചെല്ലുവാണെങ്കിൽ രാഹുൽ മുങ്ങും എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് രാഹുലിനോട് പറയാതെയാണ് ഞാൻ പാലക്കാട് ചെല്ലുന്നത്. അപ്പോൾ പാലക്കാട് ചെന്നപ്പോൾ രാഹുൽ ചെയ്തത് ആള് എൻ്റെ കോൾ എടുക്കാതെ രാഹുലിൻ്റെ സ്റ്റാഫിനെ കൊണ്ട്, ഫസലുണ്ട്, ആലിവിനുണ്ട്, അവരെ കൊണ്ട് ഇങ്ങനെ മാറി സംസാരിപ്പിച്ച് ചേച്ചി ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ്, രാഹുലിനടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ കർണാടകയിലാണ്, മാത്തൂരാണ്, ഞങ്ങളുടെ അവസ്ഥ ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ എന്നെ പാലക്കാട് തന്നെ ഇട്ട് ഞാൻ കറങ്ങുമായിരുന്നു. ഇവർ പറയുന്നതനുസരിച്ച് ചേച്ചി ഞങ്ങളിപ്പോൾ ടൗണിൽ വരും, ഞങ്ങൾ അവിടെ വരും, ഞങ്ങൾ ഇവിടെ വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് പോകും. അങ്ങനെ രാഹുൽ എനിക്ക് കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ രാഹുൽ എനിക്ക് മനസ്സിലായി, രാഹുൽ എനിക്ക് ക്ലാരിറ്റി തരാൻ രാഹുലിന് ഉദ്ദേശമില്ല, ക്ലോഷർ തരാനും ഉദ്ദേശമില്ല, എന്നെ വീണ്ടും ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതാണ് ഇയാളുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ രാഹുലിനോട് പറഞ്ഞു, രാഹുലെ എനിക്ക് കൃത്യം ക്ലാരിറ്റി കിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നതിന് പിന്നെ പറഞ്ഞു, ഞാൻ റെസ്പോണ്ട് ചെയ്യും, ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് രാഹുൽ എന്നെ വീണ്ടും, രാഹുൽ ഭീഷണി രാഹുലിൻ്റെ സ്ഥിരം പരിപാടിയാണ്. രാഹുൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, വീണ്ടും എങ്ങനെയാണ് ഇത്രയും ട്രോമ തരുന്ന ഒരാളുടെ അടുത്തോട്ട് നമ്മൾ വീണ്ടും എത്തുന്നതിന്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ട്രോമ ബോണ്ട് എന്താണെന്ന് അറിയണം, ഒരു നാർസിസിസ്റ്റ് എന്താണെന്ന് അറിയണം. നമ്മൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ട്രോമ കഴിയുമ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ പ്രശ്നങ്ങളും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ എല്ലാവരും മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ ഒരു ഭീഷണി കൂടെ ആയി കഴിയുമ്പോൾ നമുക്കത് ഭീഷണിയാണോ സ്നേഹമാണോ എന്ന് പോലും മനസ്സിലാകാതെയാണ് നമ്മൾ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈ രാഹുൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിന് പുറകിൽ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള സംസാരമാണ് ഈ ഒരു ഐഡിയയും കിട്ടാതെ തലയും വാലുമില്ലാതെ ഫെരീനെ പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി ആലോചിച്ച് ഇതിൽ ഞാനിങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് വരുമ്പം ഞാൻ ഇത്ര വ്യക്തി ചെയ്യപ്പെടും, സംശയം ഉണ്ടാകും, മാരീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതെല്ലാം ഇതിനപ്പുറം കേൾക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് മുന്നേ വന്ന 2 കുട്ടികൾക്കും ഈ അവസ്ഥ ഉണ്ടാകത്തില്ലെന്ന്. ഞാൻ ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന് ഞാൻ ഫെനിയെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഇന്നലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ സന്തത സഹചാരിയും ഏറ്റവും അടുത്ത സുഹൃത്തുമായ ഫെനി നൈനാൻ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട ചില ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടത്. അതുമായി ബന്ധപ്പെട്ട ഫെനി നൈനാനെതിരെ ഇന്നലെ കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ ഈ അതിജീവിതയുടെ ഏറെ നിർണായകമായ ശബ്ദ സന്ദേശം ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതിൽ വളരെ കൃത്യമായി ആ അതിജീവിത പറയുന്നു, ഫെനിയോട് സ്നേഹത്തോടെ പറയുന്നു, ഞാൻ ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന്. അതിൻ്റെ അർത്ഥം അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അതിജീവിത സധൈര്യം മുന്നോട്ടെന്ന്. അങ്ങനെ തന്നെയല്ലേ ഡാൻ?
തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ ദിവസമാണ് ഫെനി നൈനാൻ ഇത്തരത്തിൽ ഉള്ള ഒരു സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടുകൊണ്ട് അതിജീവിതയ്ക്ക് നേരെ വലിയ തരത്തിൽ സൈബർ അറ്റാക്കിന് വഴിവെക്കുന്ന തരത്തിലുള്ള ചില സന്ദേശങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത്. ഫെനി നൈനാൻ സമൂഹ മാധ്യമത്തിൽ ഇത് പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ രാഹുൽ അനുകൂല സൈബർ പേജുകളിൽ വലിയ തരത്തിൽ ഈ സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചു. ഈ പരാതിക്കാരി രാഹുലിനെ വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെട്ടത് വീണ്ടും ഒരു ഫിസിക്കൽ ഇന്റിമസിക്ക് വേണ്ടിയിട്ടാണ് എന്ന തരത്തിലുള്ള വലിയ അധിക്ഷേപ പരാമർശങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഒരിക്കൽ പീഡനത്തിന് ഇരയായ വ്യക്തി പിന്നെ എന്തിനാണ് വീണ്ടും 3-4 മണിക്കൂർ രാഹുലിനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നത് എന്ന തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളായിരുന്നു സൈബർ ഇടങ്ങളിൽ നിറഞ്ഞത്. പക്ഷേ അവിടെ കൃത്യമായി വ്യക്തത വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പരാതിക്കാരി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ നവംബർ അവസാനം വരെ ഫെനി നൈനാനുമായി വളരെ അടുത്ത സൗഹൃദം താൻ കാത്തു സൂക്ഷിച്ചിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് രാഹുലുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ വ്യക്തത തേടിയാണ് രാഹുലിനെ താൻ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടത്. അപ്പോൾ തനിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുകയാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്ന് രാഹുൽ പറഞ്ഞു. അങ്ങനെയാണ് നാട്ടിൽ വന്നാൽ താൻ അത് കാണിച്ചു തരാമെന്ന് പറയുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ യുവതി അന്വേഷണ സംഘത്തിന് ഇമെയിലായി അയച്ച പരാതിയിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം തന്റെ അമ്മയോടൊപ്പം രാഹുലിനെ നേരിട്ട് കാണാം എന്ന താല്പര്യമാണ് ഫെനി നൈനാനെ അറിയിച്ചതെന്നും ഈ യുവതി പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ നവംബർ മാസത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിൽ കാണാൻ യുവതി നാട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ രാഹുലിനെ അവർക്ക് നേരിൽ കാണാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. പലതവണ ഫോണിൽ ബന്ധപ്പെട്ടു, സഹായികളെ ബന്ധപ്പെട്ടു, ഫെനി നൈനാനെ ബന്ധപ്പെട്ടു. പക്ഷേ രാഹുലിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. അക്ഷരാർത്ഥത്തിൽ അപ്പോഴാണ് താൻ ഇങ്ങനെ ഒരു ചതിക്കപ്പെട്ട നിലയിലേക്ക് എത്തിയത് എന്ന കാര്യം പരാതിയിൽ തന്നെ യുവതി കൃത്യമായി പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരിക്കൽ പീഡനത്തിനിരയായ വ്യക്തി പിന്നെ എന്തിനാണ് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആളെ നേരിൽ കാണാനായി 4 മണിക്കൂർ സ്വകാര്യമായി കാണണമെന്ന് പറയുന്നത് എന്ന തരത്തിൽ ഈ സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചു തുടങ്ങിയത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സൈബർ ക്രൈം പോലീസ് ഫെനി നൈനാനെതിരെ കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഏതാണ്ട് ഒരു 17 മിനിറ്റ് ദൈർഘ്യമുള്ള ശബ്ദ സംഭാഷണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘം വളരെ ദ്രുതഗതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഹൈക്കോടതിയുടെ അനുമതിയോടെ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ മുഖേന രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഈ സൈബർ അധിക്ഷേപം എത്ര തന്നെ തനിക്കെതിരെ ഉണ്ടായാലും ഈ പരാതിയിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാനാവില്ല എന്നുകൂടി യുവതി പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം ഇനിയും പരാതിയുമായി രംഗത്തെത്താൻ സാധ്യതയുള്ളവരുടെ വായടപ്പിക്കാനുള്ള, അവരെ ഈ പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നീക്കമാണ് ബോധപൂർവം നടക്കുന്നത് എന്ന ആക്ഷേപമാണ് ഈ പരാതിക്കാരി മുമ്പോട്ട് വെക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘം ഏത് തരത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക എന്നതാണ് അറിയാനുള്ളത്. ഡാൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അർദ്ധരാത്രിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലീസ് അറസ്റ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് പല സംഭവ വികാസങ്ങൾ നടക്കുന്നത് അവിടെ നിൽക്കട്ടെ. ഇതിൽ പ്രധാനമായും ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ചും ഇപ്പോൾ ഈ അതിജീവിതയുടെ ശബ്ദ സന്ദേശം ഡാൻ അടക്കം നമ്മൾ ന്യൂസ് 18 പുറത്തുവിടുന്ന ഈ സാഹചര്യത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ ക്രെഡിബിലിറ്റി മനസ്സിലായതിനു ശേഷമാണ് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് എന്ന് തന്നെയല്ലേ? അതായത് അതിജീവിത കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതിനകം കൈമാറി എന്ന് മനസ്സിലാക്കാം അല്ലേ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുലിനെതിരെ രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചന നടന്നു. രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢാലോചന സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നുവെന്നാണ്. പക്ഷേ അവിടെ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ട ചില വിവരങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർട്ടി നേതൃത്വത്തിന്, കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില സൂചനകൾ ലഭിച്ചിരുന്നു. ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്ത് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഒരു വശത്ത് ഇത് ഗൂഢാലോചനയെന്ന് ആവർത്തിക്കുമ്പോഴും പാർട്ടി രാഹുലിനെതിരെ കടുത്ത നിലപാടിലേക്ക് പോകാൻ ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഇങ്ങനെ ഒരു നടപടി കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട മുഖമായിരുന്ന നേതാവിനെതിരെ ഉണ്ടായിട്ടില്ല. കാരണം ഈ പരാതികളുടെ, ഈ ആക്ഷേപങ്ങളുടെ ഗൗരവം എത്ര കണ്ട് ആണ് എന്ന ബോധ്യം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് രാഹുൽ ഒരു വശത്ത് പറയുമ്പോൾ പിന്നെ എന്തിനും പാർട്ടി രാഹുലിനെതിരെ നടപടിയെടുത്തു എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അവിടെയാണ്
ഈ പരാതിയുമായി ബന്ധപ്പെട്ട പരാതിയുടെ ഗൗരവം, അതിന്റെ സത്യാവസ്ഥ, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇത് കൃത്യമായി ശേഖരിച്ചതിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു കടുത്ത നീക്കത്തിലേക്ക് കടന്നത് എന്ന് ഉറപ്പാക്കാവുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അത് മാത്രമല്ല ഡാൻ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ പോലും അതിന്റെ പാസ്വേഡ് പോലും അന്വേഷണ സംഘത്തിന് കൈമാറിയില്ല എന്നാണ്. അതെന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട ചാറ്റിന്റെ പൂർണ്ണ രൂപം അദ്ദേഹത്തിന്റെ വാട്സപ്പുകളിൽ ഉണ്ടാകും, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകും. അപ്പോൾ അത് ഭയന്നാണോ, അല്ലെങ്കിൽ ഇത് പുറത്തു വരുമെന്ന് ഭയന്നായിരിക്കാമോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഫോണിന്റെ പാസ്വേഡ് പോലും നൽകാത്തത് എന്ന് സാധാരണക്കാർ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും അതിജീവിതയുടെ ഈ ഏറെ നിർണായകമായ ശബ്ദ സന്ദേശം പുറത്തു വന്ന സാഹചര്യത്തിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്മാർട്ട് ഫോണിലോ ലാപ്ടോപ്പിലുമായി സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പരാതിക്കാരി തന്നെ പറയുന്നത്. അത് അന്വേഷണ സംഘത്തോടും അവർ വെളിപ്പെടുത്തിയിരുന്നു. ആദ്യ കേസിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തന്റെ ജീവന് ഭീഷണിയുണ്ട്, തന്റെ ആത്മാഭിമാനം തകരുന്ന തരത്തിലാണ് കാര്യങ്ങൾ, ആ ഫോണിൽ തന്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് എന്ന് ആദ്യ പരാതിക്കാരിയും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതേ കാര്യം ഈ മൂന്നാമത്തെ കേസിലും പരാതിക്കാരി അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതടക്കം വീണ്ടെടുക്കുക എന്നുള്ളത് ഈ കേസിന്റെ അന്വേഷണത്തിൽ സുപ്രധാന. കാരണം പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമുഖമായി അത് മാറും. നിലവിൽ ഈ 2 ഫോണുകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ പാസ്വേഡ് കൈമാറാൻ രാഹുൽ തയ്യാറായിട്ടില്ല. അതോടൊപ്പം രാഹുലിന്റെ ലാപ്ടോപ്പ് ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേൾക്കാൻ പോവുകയാണ്. ആ ജാമ്യാപേക്ഷയിൽ നടക്കുന്ന വാദമുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പ്രോസിക്യൂഷൻ വാദിക്കാൻ പോകുന്നത് ഈ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഫോണിന്റെ പാസ്വേഡ് നൽകണമെന്ന് പല ആവർത്തി ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാതിരിക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘം വീണ്ടെടുക്കുമെന്ന ഒരു സംശയത്തിലാണ് എന്ന കാര്യമാണ്. അതിന് രാഹുലിന്റെ അഭിഭാഷകൻ പറയാൻ പോകുന്ന കാര്യം, രാഹുലുമായി അനുകൂലമായി വരാൻ പോകുന്ന തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യമാണ്. അതിനോട് കോടതി ഏതു തരത്തിൽ, മജിസ്ട്രേറ്റ് ഏതു തരത്തിലായിരിക്കും ഒരു നിലപാട് സ്വീകരിക്കുക എന്നതാണ് കേസിൽ ഇനി നിർണായകമായി. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം MLA അതിനിർണായകമല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ പരാതിയിൽ ഇതൊരു അടിസ്ഥാനരഹിതമായ ആരോപണമാണോ, ഇതൊരു ഗൂഢാലോചനയാണോ, അതോടൊപ്പം രാഹുൽ മുമ്പോട്ട് വെക്കുന്ന ഈ വാദമുഖങ്ങൾ ഏത് തരത്തിലായിരിക്കും കോടതി നോക്കിക്കാണുക. അതിന് പ്രോസിക്യൂഷൻ ഇതിനോടകം ശേഖരിച്ചിരിക്കുന്ന തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ അതടക്കം കോടതിയിൽ സമർപ്പിക്കും. ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് വലിയ വാദം ഇന്ന് തിരുവല്ല കോടതിയിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും. എന്തായാലും അതിജീവിതയുടെ ശബ്ദ സന്ദേശമാണ് ന്യൂസ് 18 പുറത്തുവിടുന്നതിൽ ഈ 3ാം പരാതിക്കാരുടെ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം MLA അറസ്റ്റ് ചെയ്തിരിക്കുന്ന 3ാം പരാതിക്കാരിയുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടത്. ഫെനി നൈനാൻ ചാറ്റ് പുറത്തുവിട്ടത് ഇന്നലെയായിരുന്നു. ഫെനി നൈനാൻ, രാഹുലിന്റെ സന്തത സഹചാരിയായ ഫെനി നൈനാൻ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട ചില ചാറ്റുകൾ പുറത്തുവിട്ടത്. ഇത് തന്നെ അധിക്ഷേപിക്കാൻ വേണ്ടി മനഃപൂർവ്വം പുറത്തുവിട്ടത് എന്നാണ് അതിജീവിത പറയുന്നത്. ഇനിയും പരാതിക്കാർ വരുന്നത് തടയാൻ ആണ് ഈ അതിജീവിതയെ സമൂഹ മാധ്യമത്തിൽ അടക്കം വ്യക്തിഹത്യ ചെയ്യുന്നത്. തലയും വാലുമില്ലാത്ത ചാറ്റുകളാണ് പുറത്തു വന്നത്. നടന്ന സംഭാഷണത്തിന്റെ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് ഫെനി നൈനാൻ പുറത്തുവിട്ടതെന്ന് പറയുന്നു. ആ ശബ്ദ സന്ദേശം ന്യൂസ് 18 പുറത്തുവിടുന്നു. പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി. എനിക്കിത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ ആളെ ഇറങ്ങി ഓടുന്നൊരു സ്വഭാവം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങളെ ചാറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറങ്ങി ഓടാൻ പറ്റില്ല. എനിക്ക് ഇത്ര സമയം വേണമെന്ന് ഞാൻ പറയുന്നുണ്ട്. എനിക്ക് സേഫ് ആയിട്ടൊരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഹുലിനെ കാണാൻ വരും എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും. രാഹുലിൻ്റെ സൈഡിൽ നിന്ന് രാഹുലിൻ്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിൻ്റെ പേരുണ്ട്, അത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫെനി എങ്കിൽ ഫെനി ആരെങ്കിലും കൊണ്ടുപോകും. ഫെനി ആണെങ്കിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ്, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല എന്ന് ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ കാര്യം ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഫെനി, ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്, ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ കൂടെ കാണും. ഇപ്പം രാഹുലിൻ്റെ കൂടെ നീ വരുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് നിന്നെ കാണുകയും കൂടി ചെയ്യാലോ എന്ന് ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഞാൻ ഈ സേഫ് പ്ലേസ് വേണമെന്ന് പറയുന്നുണ്ട് ഇവരായിട്ട്. അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തലയും വാലും ഇല്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണമെന്ന് പറയുമ്പം എന്നെ സുരക്ഷയും ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടെ മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 3-4 മണിക്കൂർ കാണുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സമാധാനത്തോടെ ഇന്ന് സംസാരിച്ച് ഐ നീഡ് ക്ലോഷർ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത്
ഓഫീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ കാരണം പറയുന്നുണ്ട്. എന്റെ കാരണം കൊണ്ടാണ് ഓഫീസ് പറ്റത്തില്ല എന്ന് പറയുന്നത്. മറ്റെവിടെയായാലും എനിക്ക് കുഴപ്പമില്ല, രാത്രി ആയാലും പകലായാലും കുഴപ്പമില്ല. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, അവിടുന്ന് ആൾക്കാരെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ 3-4 മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് പോലും. പിന്നീട് ഇവരിതിങ്ങനെ ഒഴിഞ്ഞു മാറി എനിക്ക് മനസ്സിലായി ഇവരിത് ഒഴിവാക്കുവാണ്. പറഞ്ഞിട്ട് ചെല്ലുവാണെങ്കിൽ രാഹുൽ മൂന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് രാഹുലിനോട് പറയാതെയാണ് ഞാൻ പാലക്കാട് ചെല്ലുന്നത്. അപ്പോൾ പാലക്കാട് ചെന്നപ്പോൾ രാഹുൽ ചെയ്തത് ആള് എന്നെ കോൾ എടുക്കാതെ രാഹുലിൻ്റെ സ്റ്റാഫിനെ കൊണ്ട്, ഫസലുണ്ട്, ആലിവിനുണ്ട്, അവരെ കൊണ്ട് ഇങ്ങനെ മാറി സംസാരിപ്പിച്ച്, ചേച്ചി ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ്, രാഹുലിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ കർണാടകയിലാണ്, മാത്തൂരാണ്, ഞങ്ങളുടെ അവസ്ഥ ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ എന്നെ പാലക്കാട് തന്നെ ഇട്ട് ഞാൻ കറങ്ങുമായിരുന്നു. ഇവർ പറയുന്നതനുസരിച്ച് ചേച്ചി ഞങ്ങളിപ്പോൾ ടൗണിൽ വരും, ഞങ്ങൾ അവിടെ വരും, ഞങ്ങൾ എവിടെ വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് പോകും. അങ്ങനെ രാഹുൽ എനിക്ക് കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ രാഹുൽ എനിക്ക് മനസ്സിലായി, രാഹുൽ എനിക്ക് ക്ലാരിറ്റി തരാൻ രാഹുലിന് ഉദ്ദേശമില്ല, ക്ലോഷർ തരാനും ഉദ്ദേശമില്ല, എന്നെ വേണ്ടി ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതാണ് ഇയാളുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ രാഹുലിനോട് പറഞ്ഞു, രാഹുലെ എനിക്ക് കൃത്യം ക്ലാരിറ്റി കിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാലും പിന്നെ പറഞ്ഞു, ഞാൻ റെസ്പോണ്ട് ചെയ്യും, ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് രാഹുൽ എന്നെ വീണ്ടും, രാഹുൽ ഭീഷണി രാഹുലിൻ്റെ സ്ഥിരം പരിപാടിയാണ്. രാഹുൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, വീണ്ടും എങ്ങനെയാണ് ഇത്രയും ട്രോമ തരുന്ന ഒരാളുടെ അടുത്തോട്ട് നമ്മൾ വീണ്ടും എത്തുന്നതിന്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ട്രോമ ബോണ്ട് എന്താണെന്നറിയണം, ഒരു നാർസിസിസ്റ്റ് എന്താണെന്നറിയണം. നമ്മൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ട്രോമ കഴിയുമ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ പ്രശ്നങ്ങളും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ എല്ലാവരും മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ ഒരു ഭീഷണിയൂടെ ആയി കഴിയുമ്പോൾ നമുക്കത് ഭീഷണിയാണോ സ്നേഹമാണോ എന്ന് പോലും മനസ്സിലാകാതെയാണ് നമ്മൾ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈ രാഹുൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിന് പുറകിൽ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള സംസാരമാണ് ഈ ഒരു ഐഡിയയും കിട്ടാതെ, തലയും വാലുമില്ലാതെ ഫെരീനൈനൻ പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി ആലോചിച്ച് ഇതിൽ ഞാനിങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് വരുമ്പം എന്നെ ഇത്ര വ്യക്തി ചെയ്യപ്പെടും, സംശയം ഉണ്ടാകും, മാരീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതെല്ലാം ഇതിനപ്പുറം കേൾക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് മുന്നേ വന്ന 2 കുട്ടികൾക്കും ഈ അവസ്ഥ ഉണ്ടാകത്തില്ലെന്ന്. ഞാൻ ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന് ഞാൻ ഫെനിയെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഫെനി നൈനാനും ഒപ്പം സൈബർ ഇടത്തിൽ ഒളിച്ചിരുന്ന അതിജീവിതമാർക്കെതിരെ അധിക്ഷേപം നടത്തുന്ന ഓരോരുത്തർക്കുമുള്ള കൃത്യമായ മറുപടി തന്നെയാണ് ഇപ്പോഴിതാ ഈ 3-ാം കേസിലെ അതിജീവിത നൽകിയിരിക്കുന്ന കാര്യത്തിൽ തെല്ലും സംശയം വേണ്ട. കൃത്യമായി അവർ പറയുന്നു, ഇന്നലെ ഫെനി നൈനാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി തന്നെയാണ് ഈ അതിജീവിത നൽകിയിരിക്കുന്നത്. അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, 2025 ഓഗസ്റ്റിലാണ് താൻ അറിഞ്ഞത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. അവിടെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഗർഭിണിയായ ഒരു യുവതിയാണിവർ. ആ പെൺകുട്ടി തന്നെയാണ് തൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം ഏൽക്കേണ്ട ആൾക്കെതിരെ ഈ നാട്ടിൽ ഉയരുന്ന ആരോപണങ്ങൾ കേട്ടപ്പോൾ സ്വാഭാവികമായും ഒരു യുവതിക്ക് ഉണ്ടാവുന്ന, ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ അത് ദൂരീകരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പലതവണ താൻ ബന്ധപ്പെടാൻ ശ്രമിച്ചു, അയാളുടെ സുഹൃത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ തനിക്ക് ഒരു ഉത്തരം ലഭിച്ചില്ല എന്നാണ് ആ യുവതി വളരെ വ്യക്തമായി പറയുന്നത്. അതിൽ തനിക്കൊരു വ്യക്തത വേണം, ആ വ്യക്തതയ്ക്കായിട്ടാണ് രാഹുലുമായി സംസാരിക്കാൻ താൻ ശ്രമിച്ചത്. അതല്ലാതെ വീണ്ടും രാഹുൽ മാങ്കൂട്ടവുമായി ഒരു ശാരീരിക ബന്ധത്തിനായിരുന്നില്ല എന്ന് തന്നെ അവർ പറയുന്നത് സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട അതിജീവിതയോട് പറയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, ഈ നാട്ടിൽ ഒരു ശക്തമായ സർക്കാരുണ്ട്, ഈ നാട്ടിൽ കൃത്യമായ നിയമ സംവിധാനമുണ്ട്, മാധ്യമങ്ങളുണ്ട്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടാകും. ഈ വാർത്തയുടെ വളരെ പ്രധാനപ്പെട്ട ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യനാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3-ാം പീഡന പരാതി നൽകിയ അതിജീവിതയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടി MLAയുടെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെനി നൈനാനെതിരെ കേസെടുത്തു. അതിജീവിതയുടെ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളടക്കം സമൂഹ മാധ്യമം വഴി പുറത്തുവിട്ടതിനാണ് കേസ്. വാട്സ്ആപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടാണ് പുറത്തുവിട്ടത്. പരാതിക്കാരിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ചാറ്റ് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠര് രാജീവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് SIT ഇന്ന് അപേക്ഷ നൽകും. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. കട്ടിളപ്പാളി കടത്തിയ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന തന്ത്രിയെ ദ്വാരപാലക ശില്പ പാളി കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. സ്വർണം ചെമ്പാക്കിയ വ്യാജ മഹസറിൽ തന്ത്രി ഒപ്പിട്ട് ഗൂഢാലോചനയിൽ പങ്കാളിയായതാണ് SIT കോടതിയെ അറിയിച്ചത്. അതേസമയം ശബരിമലയിൽ കൊടിമരം മാറ്റി സ്ഥാപിച്ചതും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിലാണ്. കാസർകോട് കുമ്പള ആരിക്കാടിയിലെ ടോൾ പിരിവിൽ ഭാവി പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകാനായി ഇന്ന് നിർണായക യോഗം. ടോൾ ബൂത്തിനരികിൽ സ്ഥാപിച്ച സത്യാഗ്രഹ പന്തൽ ഉൾപ്പെടെ പൊളിച്ചു നിൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ടോൾ പിരിവിനെതിരെ തുടർ പ്രക്ഷോഭ പരിപാടികൾക്ക് ഇന്നത്തെ യോഗത്തിൽ രൂപം നൽകും. ഇതിനിടയിൽ ടോളിനെതിരായ കേസ് ഹൈക്കോടതി ഇന്നലെ പരിഗണിച്ചതായി അഭിഭാഷകർ അറിയിച്ചു. സർവീസിൽ റോഡില്ലാതെ എന്തിന് ടോൾ പിരിക്കുന്നുവെന്ന് കോടതി ആരാഞ്ഞതായി അഭിഭാഷകർ സമരസമിതിയെ അറിയിച്ചിട്ടുണ്ട്. കേസ് അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. KV ബൈജു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. ബൈജു, ചോദിക്കാനുള്ളത് വളരെ വ്യക്തമായി ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. ഭവ്യ, തീർച്ചയായും ഈ കാര്യത്തിൽ ഇവർക്ക് പ്രതീക്ഷ നൽകുന്നതും അത് തന്നെയാണ്. സർവീസ് റോഡില്ലാതെ എന്തിനാണ് ടോൾ പിരിക്കുന്നതെന്ന ഒരു പരാമർശം കോടതി നടത്തുകയുണ്ടായി. അത് തന്നെയാണ് ഇവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത്. അടുത്ത ബുധനാഴ്ചയാണ് ഈ കേസിൽ ഇനി പരിഗണിക്കുക. ആ സമയത്ത് കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായൊരു ഉത്തരവുണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ ഈ സമരം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സംബന്ധിച്ച് ഒരു കൂടിയാലോചനയ്ക്കായി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് AKM അഷ്റഫ് MLA യുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുമെന്നാണ് MLA അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ ഈ സത്യാഗ്രഹ പന്തൽ പോലീസ് പൊളിച്ച് മാറ്റിയിരുന്നു. അതോടൊപ്പം AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള സമരസമിതി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയും ഇന്നലെ ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം വലിയ അക്രമം, ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിയവർ അക്രമം നടത്തിയ സാഹചര്യത്തിലാണ് ഈ സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കാൻ നോട്ടീസ് നൽകുകയും അങ്ങനെ ഈ സമരപന്തൽ പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാലും ഇനി എങ്ങനെയാണ് ഈ തുടർ പ്രക്ഷോഭ പരിപാടികൾ നടത്തേണ്ടത്, അതാണ് പ്രധാനമായും ഈ യോഗത്തിൽ കൂടിയാലോചന നടത്തുക. കാസർഗോഡ് MLA NA നെല്ലിക്കുന്നും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം സമരസമിതി പ്രവർത്തകരും ഈ യോഗത്തിൽ ഉണ്ടാകും. ഏതായാലും ഈ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. ആ രീതിയിലുള്ള ഒരു കൂടിയാലോചനയാണ് ഇന്ന് നടക്കുന്നത്. കോടതി അടുത്ത ബുധനാഴ്ചയാണ് പരിഗണിക്കുക ഈ കേസ് സംബന്ധിച്ച്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇത് സംബന്ധിച്ച് വരുന്നത്. ഇപ്പോൾ BJPയുടെ ഒരു പ്രതികരണം കൂടി ഇതിൽ വന്നിട്ടുണ്ട്. ഈ ടോൾ പിരിവ് അവസാനിപ്പിക്കുന്നതിനായി ദേശീയ തലത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു നടപടി സ്വീകരിക്കുമെന്നും BJPയും ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. BJP മാത്രമാണ് ഈ സമരത്തിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ടായിരുന്നത്. മറ്റെല്ലാ പാർട്ടികളും ശക്തമായ പ്രതിഷേധമായി രംഗത്തെത്തുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടോൾ പിരിവ് ഏത് രീതിയിലും അവസാനിപ്പിക്കുക, അതാണ് സമരസമിതിയുടെ പ്രധാന ലക്ഷ്യം. ഇവർ പ്രധാനമായും പറയുന്നത് സർവീസ് റോഡ് ഇത് കൂടാതെ 22 കിലോമീറ്റർ തൊട്ട് അടുത്തായി മറ്റൊരു ടോൾ ബൂത്ത് തലപ്പാടിയിലുണ്ട്. ഇത് നിയമത്തിൽ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ടോൾ പിരിവാണ്. താൽക്കാലിക ടോൾ പിരിവ് എന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചത്. കഴിഞ്ഞ തവണ കോടതിയിലും ഈ ദേശീയപാത അതോറിറ്റിയുടെ അഭിഭാഷകൻ പറഞ്ഞത് ടോൾ പിരിക്കില്ല എന്നാണ്. ചാലിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഉദുമ മണ്ഡലത്തിൽപ്പെടുന്ന ചാലിങ്കലാണ് കാസർഗോഡ് ജില്ലയിലെ ഈ ദേശീയപാതയുടെ ടോൾ വരുന്നത്. പക്ഷേ രണ്ടാം ബ്രിഡ്ജായ അവിടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകാത്തതുകൊണ്ടാണ് താൽക്കാലിക ടോൾ ബൂത്ത് ഇപ്പോൾ ഈ ആരിക്കാടിയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും തുടർ പ്രക്ഷോഭ പരിപാടികൾ ഇനി എങ്ങനെ എന്നത് സംബന്ധിച്ച് ഇന്ന് നിർണായക യോഗമാണ് ഇന്ന് നടക്കുന്നത്. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. ഭവ്യ, KV ബൈജു ആണ് വിവരങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. കേരളം ഉൾപ്പെടെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ യോഗം വിലയിരുത്തും. തെരഞ്ഞെടുപ്പ് സഖ്യനീക്കങ്ങളും ചർച്ചയാകും. കേരളത്തിൽ വീണ്ടും പിണറായി വിജയൻ തന്നെ CPMനെ നയിക്കണമെന്ന അഭിപ്രായമാണ് സംസ്ഥാന പാർട്ടിക്ക്. മുഖ്യമന്ത്രിക്ക് ഇളവ് നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയായേക്കും. ടേം വ്യവസ്ഥ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാട് സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാനും സാധ്യതയുണ്ട്. കേന്ദ്ര കമ്മിറ്റി യോഗം ഞായറാഴ്ച സമാപിക്കും. മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് നടക്കും. UDF പ്രവേശനം സംബന്ധിച്ച ഊഹാപോഹങ്ങൾ ഔദ്യോഗികമായി തള്ളി LDFിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനമെടുത്ത് യോഗം പിരിയാനാണ് സാധ്യത. ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം തട്ടകത്തിൽ ഉൾപ്പെടെ മധ്യ കേരളത്തിലോ
പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി യോഗം ഒരുപക്ഷെ കടന്നേക്കും. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ കോട്ടയത്താണ് യോഗം. അതിനിടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്പെഷ്യൽ കൺവെൻഷനും ഇന്ന് കോട്ടയത്ത് നടക്കും. ശ്രീജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഇന്ന് എന്ത് നടക്കും എന്നുള്ളത് ഏറെ ആകാംക്ഷയോടുകൂടി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നതാണ്. പക്ഷെ അപ്പോൾ പോലും ഊഹാപോഹങ്ങളൊക്കെ ഔദ്യോഗികമായി തള്ളിക്കൊണ്ട് LDF-ൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നുള്ള തീരുമാനം ഇന്നലെ തന്നെ എടുത്തു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അപ്പോൾ പോലും വിസ്മയങ്ങൾ ബാക്കിയാണ്. വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ എന്ത് പ്രതീക്ഷിക്കണം? തീർച്ചയായും പല ചർച്ചകളും ഈ പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി ചില കാര്യങ്ങളിൽ ചില നിലപാട് വ്യക്തമാക്കി. അതായത് LDF വിടില്ല എന്ന ചില സൂചനകളൊക്കെ നൽകി എങ്കിൽ പോലും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വളരെ നിർണായകമാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് കോൺഗ്രസ് വലിയ ശക്തമായ നീക്കം നടത്തി. പക്ഷേ അതിൽ നേരത്തെയൊക്കെ വാർത്തകൾ വന്നതുപോലെ തന്നെ റോഷി അഗസ്റ്റിൻ്റെ ചില ഇടപെടലുകൾ, റോഷി ഒപ്പം കൂടില്ല, അതായത് UDF-ലേക്ക് എത്താനില്ല എന്ന നിലപാടെടുത്തത്, പ്രമോദ് നാരായണൻ നിലപാടെടുത്തത്, ഇതൊക്കെ തന്നെയായിരുന്നു നിർണായകമായത്. പക്ഷേ അതിന് മുൻപ് തന്നെ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുമ്പോൾ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പാർട്ടി നേതാക്കൾ മറ്റുള്ള ഏതാണ്ട് 85ഓളം പേര് വരുന്ന ആളുകൾ അവരെടുക്കുന്ന നിലപാട് എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ യോഗത്തിലും അത്തരം അഭിപ്രായങ്ങൾ ഒരുപക്ഷെ UDF-നൊപ്പം ചേരണമെന്ന അഭിപ്രായം പറയാനുള്ള സാധ്യത പല നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വന്നാൽ എന്ത് നിലപാടിലേക്ക് ജോസ് കെ മാണിയും ഒപ്പമുള്ളവരും എത്തും എന്നുള്ളതാണ് പ്രധാനം. അവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ നിൽക്കുന്ന MLA-മാരിൽ അല്ലെങ്കിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഒപ്പം തന്നെ ഈ N ജയരാജനെ പോലുള്ളവർ ഇപ്പോൾ ഒരു കാരണമില്ല മുന്നണി വിടാൻ. എന്ത് കാരണം ജനങ്ങളോട് പറഞ്ഞാണ് മറ്റൊരു മുന്നണിയിലേക്ക് UDF-ലേക്ക് പോകുക എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. ആ നിലയിൽ വരുമ്പോൾ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ ഫലത്തിൽ ജോസ് കെ മാണിക്ക് അല്ലെങ്കിൽ UDF-നൊപ്പം പോകണമെന്ന അഭിപ്രായത്തിന് ഇല്ലാതെ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ജോസ് കെ മാണിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകവും. അപ്പോൾ ഇന്നത്തെ യോഗം അങ്ങനെയാണ് നിർണായകമാകുന്നത്. കൂടുതൽ പാർട്ടി ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള നേതാക്കൾ UDF-ലേക്ക് പോകണമെന്ന അഭിപ്രായം പറയുമോ, ഒരു ഭൂരിപക്ഷ അഭിപ്രായത്തിലേക്ക് ആ നിലപാട് പോകുമോ എന്നുള്ളതാണ്. അങ്ങനെ പോയാൽ പോലും ജോസ് കെ മാണിക്ക് മുന്നിൽ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് പാർട്ടിയിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് ജോസ് കെ മാണി കഴിഞ്ഞാൽ റോഷി അഗസ്റ്റിനും N ജയരാജും ഒപ്പം തന്നെ പ്രമോദ് നാരായണനും ഒക്കെ മാറി നിന്നുകൊണ്ടൊരു മുന്നണി മാറ്റം ജോസ് കെ മാണിക്ക് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രമോദ് നാരായണൻ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. സമ്മർദ്ദമേറെ ഉണ്ടെങ്കിലും കേരള കോൺഗ്രസിന് LDF വിടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് പറയുന്നു. സഭകളുടെ സമ്മർദ്ദം ഉണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ സമ്മർദ്ദമേറെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഏതാണ്ട് ഒരു 2 മാസം മുൻപാണ് ഭവ്യ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ വ്യക്തമാക്കിയത് കേരള കോൺഗ്രസുകൾ ഒന്നിക്കണം എന്നുള്ളത്. വളരെ വ്യക്തമായൊരു പരസ്യമായ തുറന്നു പറച്ചിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതായത് ചങ്ങനാശ്ശേരി അതിരൂപത കാര്യമായി ആഗ്രഹിക്കുന്നുണ്ട് ഈ കേരള കോൺഗ്രസ് എം UDF-ൽ എത്തണം എന്നുള്ളത്. അതിന് തൊട്ടു മുൻപ് ഫാദർ സഭയിലെ തന്നെ മുതിർന്ന വൈദികനായ ഫാദർ മാണി പുതിയിടവും അന്ന് ന്യൂസ് 18 വ്യക്തമാക്കിയത് പ്രത്യയശാസ്ത്രം അത് LDF-നൊപ്പം നിൽക്കുന്നതല്ല കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രത്യയശാസ്ത്രം, അതുകൊണ്ട് UDF-ലേക്ക് എത്തണം എന്നുള്ളതാണ്. ഇത് രണ്ടും ഈ സഭകളുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ പ്രതികരണമായിരുന്നു. നേരത്തെ തന്നെ അവർ തുടങ്ങിയ നീക്കത്തിൻ്റെ വ്യക്തമായ സൂചനകളായിരുന്നു. അത് അവിടെ നിൽക്കുമ്പോൾ ചങ്ങനാശ്ശേരി MLA ആയ ജോബ് മൈക്കിൾ ഉൾപ്പെടെയുള്ളവർ ഫലത്തിൽ സഭയ്ക്ക് ചേർന്ന് നിന്നുകൊണ്ട് UDF അനുകൂല നിലപാടെടുത്തുകൊണ്ടാണ് ഈ ഒരു നീക്കത്തിന് തുടക്കമിട്ടത്. അവിടെയാണ് ഒരു പരിധിവരെ സഭയുടെ സമ്മർദ്ദമുണ്ടായിട്ട് പോലും റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും N ജയരാജിൻ്റെ പേരും ആ പട്ടികയിലേക്ക് ഉയർന്നു വരികയാണ്. ഇവർ 3 പേരും നടത്തുന്ന എതിർപ്പ്, അതായത് ഇവരുടെ പ്രധാനപ്പെട്ട ചൂണ്ടിക്കാണിക്കുന്നൊരു കാരണം UDF-ലേക്ക് പോകുക എൻ്റെ എതിർപ്പ് എന്നുള്ളതല്ല, പ്രധാനപ്പെട്ട യാതൊരു കാരണവുമില്ലാതെ പൊതുജനങ്ങളോട് കൃത്യമായ കാരണം ബോധ്യപ്പെടുത്താതെ
LDF-ൽ ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ തൃപ്തിയാണ് എന്ന് പറഞ്ഞ് ഓരോ മീറ്റിംഗ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം വന്ന് ഞങ്ങൾ UDF-ലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ അധികാരക്കൊതി മാത്രമായി മാറും എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് വലിയ പാർട്ടിക്ക് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു പ്രശ്നമാണ് അവിടെ നിൽക്കുന്നത്. എന്തായാലും സമ്മർദ്ദങ്ങളും രാഷ്ട്രീയം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രധാനമാണ്. അതോടൊപ്പം തന്നെയാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്പെഷ്യൽ കൺവെൻഷനും. അവിടെ PJ ജോസഫും മോൻസ് ജോസഫും ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്ന നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതായി മാറും. ഭവ്യ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. സഭാ സമ്മർദ്ദം നിഷേധിച്ച് പ്രമോദ് നാരായണൻ MLA. മുന്നണി വിടാൻ സഭാ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് പ്രമോദ് നാരായണൻ MLA ഇപ്പോൾ പറയുന്നത്. അത്തരം പരാമർശം താൻ നടത്തിയിട്ടില്ല. സഭകളെ കൂടി വലിച്ചിഴച്ച് നടത്തുന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ ദുഷ്ടലാക്ക് ശബരിമലയിൽ ആയതുകൊണ്ടാണ് പ്രതികരിക്കാൻ വൈകിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും പ്രമോദ് നാരായണൻ FBയിൽ പറയുന്നു. VV അരുൺ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, ഇന്ന് നിർണായകമായ കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഇന്നലെ ഇദ്ദേഹം പറഞ്ഞത് വലിയ വാർത്തകൾക്ക് വഴിവെച്ചിരുന്നു. സഭകളുടെ സമ്മർദ്ദം ഉണ്ട് എന്ന് തന്നെയാണ് പ്രമോദ് നാരായണൻ പറഞ്ഞിരുന്നത്. UDF-ൽ ചേരാൻ സഭകളുടെ സമ്മർദ്ദമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊന്നും കാരണം ഇപ്പോൾ എന്തായാലും മുന്നണി മാറുന്നതിനോട് തനിക്ക് യോജിപ്പില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റി പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഭവ്യ, കേരള കോൺഗ്രസ് മുന്നണി വിടാനുള്ള ആലോചനയ്ക്ക് പിന്നിൽ സഭകളുടെ വലിയ സമ്മർദ്ദമുണ്ടെന്നത് വ്യക്തമാണ്, വസ്തുതയുമാണ്. പക്ഷേ കേരള കോൺഗ്രസിന്റെ ഒരു MLA തന്നെ അത് പറഞ്ഞത് വലിയ ചർച്ചയെ മാറിയിരുന്നു. സഭാ നേതൃത്വങ്ങളെ അപമാനിക്കുന്ന തുല്യമായി എന്ന വിലയിരുത്തൽ പല കോണുകളിലും ഉയർന്നു വന്നു. അതോടുകൂടിയാണ് റാന്നി MLA പ്രമോദ് നാരായണൻ നിലപാടിൽ മാറ്റം വരുത്തിയത്. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് സഭകളുടെ സമ്മർദ്ദമുണ്ട് എന്ന് താൻ പറഞ്ഞു എന്ന തരത്തിൽ വന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഇത്തരത്തിലൊരു പരാമർശവും തന്റെ അറിവിൽപ്പെടാത്തതും അത് നടത്തിയിട്ടല്ലാത്തതുമാണ് എന്ന് വ്യക്തമാക്കുകയാണ് പ്രമോദ് നാരായണൻ. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് നടക്കുന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തന്നെ അസന്ദിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. സഭകളെ കൂട്ടിവലിച്ചിഴച്ച് ഇത്തരത്തിൽ നടക്കുന്ന പ്രചരണങ്ങൾ ദുഷ്ടലാക്കോടുകൂടിയുള്ളതാണ്. സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ആത്മീയ നേതൃത്വം കൊണ്ട് എന്നും ആദരവ് പുലർത്തുന്ന പൊതുപ്രവർത്തകനാണ്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ശരിയല്ല എന്ന ഒരു വിശദീകരണമാണ് പ്രമോദ് നാരായണൻ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ ചർച്ചയായി മാറിയിരുന്നു. അത് സ്വാഭാവികമായും സഭാ നേതൃത്വങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ എന്ത് കാര്യമെന്ന ചോദ്യം നേരത്തെ തന്നെ ഉള്ളതാണ്. പക്ഷേ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൃത്യമായി നിയന്ത്രിക്കുന്നതും അതിനെ വേണ്ടാത്ത സമയത്തുമൊക്കെ ഇടപെടൽ നടത്തുന്നതും സഭാ നേതൃത്വങ്ങൾ തന്നെ എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോഴും നേരത്തെ PJ ജോസഫിന്റെ LDF-ന്റെ UDF-ലേക്കുള്ള പോക്കും സഭകളുടെ കടുത്ത നിലപാടിനെ തുടർന്നായിരുന്നു. ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് LDF തുടരേണ്ട എന്നൊരു നിലപാടെടുക്കുന്നതും സഭാ നേതൃത്വമാണ്. പക്ഷേ അത് ഒരു MLA, അതും കേരള കോൺഗ്രസിന്റെ MLA തന്നെ തുറന്നു പറഞ്ഞതാണ് സഭകളെ വെട്ടിലാക്കിയത്. അത് തിരിച്ചടിയാകുമെന്ന ആശങ്ക ഉണ്ടായതുകൂടിയാണ് ഇപ്പോൾ പ്രമോദ് നാരായണൻ നേതൃത്വമായി രംഗത്ത് വരുന്നത്. അതാണ്. എന്നാലും ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രമോദ് നാരായണൻ MLA പറഞ്ഞത് ഇങ്ങനെയാണ്: സമ്മർദ്ദമേറെ ഉണ്ടെങ്കിലും കേരള കോൺഗ്രസ് LDF വിടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. UDF-നൊപ്പം ചേരണമെന്നുള്ള ആവശ്യം സഭകളുടെ ഭാഗത്തു നിന്നുണ്ട്. വോട്ട് നൽകി വിജയിപ്പിച്ച ജനങ്ങൾ വിശ്വാസവഞ്ചകരായി ഇതിനെ കാണാൻ ഇടയാക്കും. എത്ര സമ്മർദ്ദമുണ്ടെങ്കിലും ഇപ്പോൾ മുന്നണി മാറുന്നതിനോട് യോജിപ്പില്ല. ഇത് സംബന്ധിച്ച ഒരു ചർച്ചയ്ക്കും ഇപ്പോൾ പ്രസക്തിയില്ലെന്നാണ് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയതെന്നാണ് കഴിഞ്ഞ ദിവസം പ്രമോദ് നാരായണൻ പറഞ്ഞത്. ഇപ്പോൾ താൻ അങ്ങനെ സഭകളുടെ സമ്മർദ്ദമുണ്ട് എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് MLA പറയുന്നത്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ചികിത്സാ പിഴവ് സംബന്ധിച്ച ആശുപത്രി അധികൃതർ അന്വേഷണത്തിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബത്തിന് നൽകിയ നോട്ടീസിലാണ് പിഴവ് സമ്മതിക്കുന്നത്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം കുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. കഴിഞ്ഞ സെപ്റ്റംബർ 24-നാണ് കളിക്കുന്നതിനിടെ വീണ് കുട്ടിയുടെ വലതു കൈക്ക് പരിക്കേറ്റത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ വെച്ച് കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് വിട്ടെങ്കിലും പിന്നീട് കൈയുടെ നിറം മാറുകയും അസഹനീയമായ വേദന അനുഭവപ്പെടുകയും ചെയ്തു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴാണ് അണുബാധ രൂക്ഷമായെന്നും കൈ മുറിച്ചു മാറ്റണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ജില്ലാ ആശുപത്രിയിൽ വെച്ച് മതിയായ പരിശോധനകളോ ചികിത്സയോ നൽകാത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായതെന്ന് കുടുംബം പോലീസിൽ പരാതി നൽകി. എന്നാൽ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു അധികൃതരുടെ വാദം. സംഭവത്തിൽ തുടർ നടപടികളും ഉണ്ടായില്ല. ഇതോടെ ആരോപണം ശക്തമാക്കി കുടുംബം വീണ്ടും രംഗത്തെത്തി. പിന്നാലെയാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നിയോഗിച്ച വിദഗ്ധ സംഘം അന്വേഷണം നടത്തുന്നത്. അന്വേഷണത്തിന് ഹാജരാവണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബത്തിന് വിദഗ്ധ സംഘം നൽകിയ നോട്ടീസിലാണ് ആശുപത്രി അധികൃതർ ചികിത്സാ പിഴവ് സമ്മതിക്കുന്നത്. അന്വേഷണത്തിലൂടെ നീതി കിട്ടണമെന്ന് കുട്ടിയുടെ അമ്മ പ്രസീത പറഞ്ഞു. പാലക്കാട് നടന്നത് എല്ലാ സംഭവങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്.
നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടണമെന്നാണ് ഞങ്ങൾ കൊടുത്തത്. എനിക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ കിട്ടുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സാർ. ഞങ്ങളുടെ കൂടെ ആരുമില്ല. നല്ല നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സത്യമായിട്ട് എനിക്ക് വളരെ പേടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. പല്ലശ്ശേരി സ്വദേശി വിനോദിന്റെ മകൾ വിനോദിനിക്കാണ് കൈ നഷ്ടമായത്. കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയതിന് പിന്നാലെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കുട്ടിയെ ചികിത്സിച്ച 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് 18 പാലക്കാട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ നിലപാട് മയപ്പെടുത്തി അമേരിക്ക. തൽക്കാലം ഇറാനിലേക്ക് ആക്രമണം വേണ്ടെന്ന നിലപാടിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. റഷ്യയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ യുഎസിനുണ്ടായിരുന്നു. ഇറാനിൽ ആക്രമണം ഉണ്ടായാൽ വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്ന് റഷ്യ ശക്തമായ ഭാഷയിലാണ് അമേരിക്കയെ അറിയിച്ചത്. കൂടാതെ പല രാജ്യങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന യുഎസ് എയർബേസുകൾ തങ്ങൾക്ക് ഈസി ടാർഗറ്റുകളാണെന്ന ഇറാന്റെ ഭീഷണിയും ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ട്രംപിന്റെ പിന്മാറ്റം. അതേസമയം 800 പ്രതിഷേധക്കാരുടെ വധശിക്ഷ ഇറാൻ മരവിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇറാനിലെ സാധാരണക്കാരെ, പ്രക്ഷോഭകരെ തൊട്ടാൽ ഞങ്ങൾ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് വലിയ വെല്ലുവിളിയൊക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഒന്ന് പുറകോട്ട് വലിയുന്നത്? റഷ്യയുടെ ഭീഷണിയാണോ, ഇറാന്റെ ഭീഷണിയാണോ, എന്താണ് അവിടെ സംഭവിച്ചത്? ഭവ്യ, ഇക്കാര്യത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ നിലപാടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ പറഞ്ഞ പോലെ അമേരിക്കയുടെ പല രാജ്യങ്ങളിലുള്ള എയർബേസുകളെല്ലാം തങ്ങൾക്ക് വളരെ ഈസി ടാർഗറ്റാണ്, ഏറ്റവും എളുപ്പത്തിൽ തകർക്കാൻ കഴിയുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ഇറാൻ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ മതസായുധ സൈന്യം അതിശക്തമായ രീതിയിൽ നിലപാടെടുത്ത് നിൽക്കുന്നു. അതുപോലെ ഇറാനിൽ നിന്നുള്ള മിലീഷ്യകൾ, അവിടുത്തെ ഭീകരവാദികൾ അടക്കമുള്ള ആളുകൾ ഇറാന്റെ ഭരണകൂടത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് എത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇത് കൂടാതെയാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാട് വരുന്നത്. ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിശക്തമായ രീതിയിൽ തിരിച്ചടിക്കും. അത് പശ്ചിമേഷ്യയെ തന്നെ വലിയ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് റഷ്യയും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക തത്കാലം ഒരു ആക്രമണം വേണ്ട എന്നുള്ള നിലപാടെടുത്തത്. നമുക്കറിയാം, ഇന്നലെ ചൈനീസ് കടലിലുണ്ടായിരുന്ന USS എബ്രഹാം ലിങ്കണൊക്കെ പശ്ചിമേഷ്യയിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. ഏത് രീതിയിലും ഒരു ആക്രമണം ഉണ്ടായാൽ, കടലിൽ നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം അമേരിക്ക നടത്താനുള്ള ഒരു നീക്കമൊക്കെ നടത്തിയിരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പൊടുന്നനെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു നിലപാടിൽ ഒരു മയപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും റഷ്യയുടെ ഭാഗത്തുനിന്നുള്ള ഒരു സമ്മർദ്ദ തന്ത്രം കൂടിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും നിലവിലൊരു ആക്രമണം ഇറാനിൽ ഉണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭവ്യ, ശരി. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ കലാപൂരം. വാശിയേറിയ തിരുവാതിര മത്സരമാണ് ഒന്നാം വേദിയായ സൂര്യകാന്തിയിൽ നടന്നത്. മത്സരം അവസാനിപ്പിക്കുന്നതുവരെ നിറഞ്ഞ സദസ്സായിരുന്നു മനോഹരമായ തിരുവാതിര. ഈ തിരുവാതിര കാഴ്ചവെച്ച പാലക്കാട് കുറുമശ്ശേരി സ്കൂളിലെ കുട്ടികളുടെ വിശേഷത്തിലേക്ക് ഒന്ന് പോയി വരാം നമുക്ക്. എല്ലാ കലോത്സവ വേദികളിലും ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു മത്സര ഇനമാണ് തിരുവാതിര. ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. തിരുവാതിര വേദികളിലെല്ലാം നിറഞ്ഞ സദസ്സ് തന്നെയായിരുന്നു. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് പാലക്കാട് ജില്ലയിലെ കുട്ടികളാണ്. മക്കളെ, ഏത് സ്കൂളിൽ നിന്നാ? GHSS പൊറ്റശ്ശേരി. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്? നല്ല പെർഫോമൻസ് ആയിട്ട് തോന്നി. നല്ല മത്സരമാണ്, ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണ്. എല്ലാരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോ ഞങ്ങൾ അതേപോലെ കളിച്ചു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണോ? ഫസ്റ്റ് ടൈമാണ്. അതിന്റെ ഒരു ടെൻഷൻ, സന്തോഷം? ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം ഞങ്ങൾക്ക് സ്റ്റേറ്റ് പോകാനുള്ള ഒരു അവസരം കിട്ടി. ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു എല്ലാരും കളിക്കണേല്. അപ്പൊ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോഴുള്ളൊരു അനുഭവം, എക്സൈറ്റ്മെന്റ് ഒന്നും പറയാനില്ല. നല്ല രസമായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു വേദി കിട്ടുക പറയണ തന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അപ്പൊ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും. ഞങ്ങളുടെ ബെസ്റ്റ് ആയിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. പരമാവധി ഞങ്ങൾ പഠിച്ച പോലെ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. ഇത് എത്ര നാളത്തെ ഒരു പ്രാക്ടീസ് ആയിരുന്നു നിങ്ങളുടേത്? ഓഗസ്റ്റ് തൊട്ടിട്ട് തുടങ്ങിയതാണ്. ഞങ്ങള് സിദ്ധാർത്ഥേട്ടൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇവിടെ വരെ എത്തിയത്. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ 2 ചുവട് വെച്ചാലോ? അത് കഴിഞ്ഞിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. ചന്ദന
കുളിരു കോരും ചന്ദ്രിക തൂകും രാവിലെ ചന്ദമാം സൗഗന്ധികത്തിൻ ഗന്ധവുമേറ്റം തതേത പാരം നന്നായി പരക്കുന്നു ചിന്തയിൽ ചാരുമോഹങ്ങൾ പാരം നന്നായി പരക്കുന്നു ചിന്തയിൽ ചാരുമോഹങ്ങൾ മന്ദം മന്ദം അലയാർന്നു വന്നണയുന്നു തതേത മന്ദം മന്ദം അലയാർന്നു വന്നണയുന്നു താരകളും പുതുനിൽപ്പൂ നീലവനിൽ പ്രണനത വിണ്ണിലെ പൂത്തിങ്കളൊത്തു മനം കുളിർക്കേ വിണ്ണിലെ പൂത്തിങ്കളൊത്തു മനം കുളിർക്കേ. വളരെ മനോഹരമായിട്ടുണ്ട്, നല്ല രസമുണ്ട് നിങ്ങളുടെ ഈ ചിരിയും ആ ചുവടുവയ്പും ഒക്കെ കാണാൻ. ഇടയ്ക്കൊരാള് സിദ്ധാർത്ഥ ഏട്ടനെ പറ്റി പറഞ്ഞു. സിദ്ധാർത്ഥാണ് ഇവരുടെ ആശാൻ. സിദ്ധാർത്ഥ വരൂ. ആശാനാണ് ഈ കുട്ടികളുടെ എല്ലാം പിന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിന്നല്ല, മുന്നിൽ നിന്ന് നയിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. ഞാൻ പ്രതീക്ഷയിലെക്കാളും നന്നായിട്ട് കളിച്ചവര്. എല്ലാ വർഷവും ഇങ്ങനെ കുട്ടികളുമായിട്ട്? ഇല്ല, ഞാനിത് ആദ്യമായിട്ടാണ് സംസ്ഥാന തലത്തിൽ പഠിപ്പിക്കുന്നത്. ഈ വീട്ടമ്മമാരെയും തിരുവാതിര പഠിപ്പിക്കുന്നു എന്ന് ഞാൻ കേട്ടു. അങ്ങനെയല്ല, അമ്മ തിരുവാതിര ട്രൂപ്പിലുണ്ട്. അപ്പൊ അമ്മ ഇടയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഇഷ്ടമായിട്ടാണ് ഇത് തുടങ്ങിയത്. കണ്ടുപഠിച്ചിട്ട് ഞാനും പഠിപ്പിച്ച് അങ്ങനെ. അതെ അതെ അതെ. ഈ തിരുവാതിരയിൽ ഇങ്ങനെ ഓരോ മാറ്റം ഉണ്ടോ? ഓരോ വർഷവും കഴിയുന്തോറും എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കൊറിയോഗ്രഫികൾ വരുന്നുണ്ട്. ഓരോരോ കഥയുടെ ബേസ് ആയിട്ട് വരുന്നുണ്ട്. പാട്ടുകളിൽ ട്യൂണുകൾ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ഓരോരോ വ്യത്യാസങ്ങൾ തിരുവാതിരയിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതാണല്ലോ ഒരു കലാരൂപത്തിന്റെ ഓരോ വിജയം. അതെ, എന്തായാലും നിങ്ങളുടെ ഡ്രസ്സും കോസ്റ്റ്യൂം ഒക്കെ നല്ല രസമുണ്ട്. ഈ മാലയും ഈ കളറും നല്ല രസമുണ്ട്, ഈ ലൈറ്റിലൊക്കെ കാണാനും. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 തൃശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി പോരാട്ടം തുടരുകയാണ്. 487 പോയിന്റുമായി കണ്ണൂരാണ് മുന്നിൽ. 483 പോയിന്റുമായി തൊട്ടു പിന്നാലെ കോഴിക്കോടുണ്ട്. 481 പോയിന്റുമായി തൃശൂരാണ് മൂന്നാം സ്ഥാനത്ത്. കലോത്സവത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് കുച്ചിപ്പുടിയും പരിചമുട്ടും ചവിട്ടുനാടകവും അരങ്ങേറും. നവമി ദിനേശ് കലോത്സവ നഗരിയിൽ നിന്ന് ചേരുകയാണ്. നവമി, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കലോത്സവ നഗരിയിലാണ്, അവിടുത്തെ വിശേഷങ്ങളിലാണ്. എങ്ങനെയുണ്ട് മൊത്തം വൈബാണോ കളറാണോ? എന്തായാലും കോഴിക്കോടും കണ്ണൂരും തമ്മിലുള്ള പോരാട്ടം. ഞാൻ ഇന്നലെ പറഞ്ഞു നവമിയോട്, കപ്പ് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് പുത്തിരി അല്ല എന്ന്. പക്ഷെ എന്തായാലും ആര് ജയിച്ചാലും നമ്മുടെ കുട്ടികളാണ്, നമുക്കത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്താണ് ഇന്ന് പ്രത്യേകിച്ചും ജനപ്രിയ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അതെ ഭവ്യ, എന്തായാലും തൃശ്ശൂർക്കാർക്ക് ആതിഥ്യമരുളാൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയേറെ മനോഹരമായിട്ടാണ്, അല്ലെങ്കിൽ അത്രയേറെ സന്തോഷത്തോടു കൂടിയാണ് അവർ ഈ കുട്ടികളെ സ്വീകരിക്കുന്നത്. അത് നമ്മൾ ഓരോ വേദിയിലും കാണാനുണ്ട്. രാത്രിയൊക്കെ 11 മണിയൊക്കെ കഴിയും അവസാന മത്സരം അവസാനിക്കാൻ വേണ്ടി. അപ്പോൾ പോലും നിറസദസ്സുകളാണ് ഓരോ വേദിയിലും ഉണ്ടാകുന്നത്. വലിയ സന്തോഷം തന്നെയാണ് തൃശ്ശൂർക്കാർക്കും ഒപ്പം ഇവിടെ എത്തുന്നവർക്കും. വലിയ സന്നാഹം തന്നെ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെയാണ്, മറ്റ് പരാതികളൊന്നും തന്നെ ഇല്ലാതെയാണ് ഇതുവരെയുള്ള 3-ാം ദിവസം വരെയും കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ 3-ാം ദിവസം എത്തി നിൽക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു ഒരുക്കങ്ങളുമൊക്കെ അങ്ങനെ തന്നെയാണ്. മന്ത്രി വി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എല്ലാ വേദികളിലും സജീവമാണ്. എല്ലാ വേദികളും നടന്ന് കണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോലീസിൻ്റെതായിട്ടുള്ള സുരക്ഷ, അങ്ങനെ എല്ലാ മേഖലകളിലും മറ്റ് പിഴവുകളൊന്നും സംഭവിക്കാതെ 3-ാം ദിവസത്തിലേക്കും എത്തിയിരിക്കുകയാണ്. ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടും കണ്ണൂരും ഒപ്പത്തിനൊപ്പമാണ്. ഒരു പോയിന്റ് കണ്ണൂർ മുന്നിൽ നിൽക്കുമെങ്കിൽ അത് മലർത്തിയടിച്ചുകൊണ്ട് കോഴിക്കോട് വീണ്ടും മുന്നിലെത്തും. അങ്ങനെ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കേട്ടോ. നമുക്ക് അറിയില്ല ആരാണ്. ഓരോ നിമിഷവും നമ്മൾ ഈ പോയിന്റ് ലിസ്റ്റ് നോക്കുമ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേറെ പോരാട്ടമാണ് ഈ 2 ജില്ലകൾ തമ്മിൽ നടക്കുന്നത്. പക്ഷെ മത്സരങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കലയെ അല്ലെങ്കിൽ അവരുടെ കഴിവിനെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു വേദി, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കലോത്സവ വേദികളെ കാണേണ്ടത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അവരുടെ ഈ മത്സരത്തിൽ എ ഗ്രേഡ് കിട്ടിയില്ലെന്നോ അല്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് പുറത്തായെന്നോ അതിലൊന്നുമല്ല കാര്യം. അവർക്ക് മത്സരിക്കാൻ കഴിഞ്ഞു. പിന്നീട് നാളത്തെ അവരുടെ ഭാവി ഏത് വിധത്തിലാകും, അല്ലെങ്കിൽ ഈ എ ഗ്രേഡ്
എ ഗ്രേഡ് കിട്ടിയ കുട്ടി ആയിരിക്കില്ല, മറ്റു കുട്ടിയായിരിക്കും ചിലപ്പോൾ നാളെയുടെ വാഗ്ദാനമായി അല്ലെങ്കിൽ പ്രശസ്തിയിലൊക്കെ എത്തുന്നത്. അതൊക്കെ ഈ കലോത്സവ വേദിയെ അല്ലെങ്കിൽ കലോത്സവത്തെ അവരുടെ മത്സരത്തെ ഒന്നും ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്നത്. എല്ലാ കുട്ടികളും വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഇതുവരെയും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ഓളം വൈബ് പിടിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചൊരു ഫോട്ടോ ഉണ്ട്. പൂക്കി വൈബ് കലോത്സവം എന്ന് പറഞ്ഞിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ കാരണം ഇന്നത്തെ നവമിയുടെ കോസ്റ്റ്യൂമാണ്. ഭയങ്കര വെറൈറ്റി കോസ്റ്റ്യൂം ഒക്കെ ആണല്ലോ. ഫുള്ളൊരു കളറാക്കാനാണ് ഉദ്ദേശം അല്ലേ? അതെ അതെ, നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ പിടിച്ചു നിന്നില്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആകുമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. കാരണം എവിടെ നോക്കിയാലും വൈബാണ്, എവിടെ നോക്കിയാലും നമ്മുടെ ജെൻസി പിള്ളേരാണ്. അവരുടെ മുന്നിലൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ എത്രയെങ്കിലും ഒക്കെ കാണിക്കണം. എന്തായാലും വൈകിട്ടാണ് കേട്ടോ, വളരെ മനോഹരമായിട്ടാണ് ഈ തൃശ്ശൂർ നഗരത്തെ അലങ്കരിച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം ഒരു മോണോ ആക്ട് കുട്ടിയും കൂടി ചേരുന്നുണ്ട്. നമുക്ക് അവരുടെ ചെറിയൊരു പെർഫോമൻസ് കൂടി കാണാം. ഹായ്, എന്താ പേര്? ഉത്തര മോണോ ആക്ട്. എന്താ മത്സരിക്കാൻ പോവാ? നാലാമത്തെ കൊല്ലാണ്. അപ്പൊ കഴിഞ്ഞ തവണകളിലെല്ലാം എ ഗ്രേഡ് കിട്ടി. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? GHSS വടകര പുത്തൂർ. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചെറിയ പെർഫോമൻസ്. ഓക്കെ. പൂമാതേ പൊന്നമ്മ. ആരാ എന്തിനാ എന്റെ വളയുന്നേ? ആരാ എന്നെ വിടാനാ പറഞ്ഞേ? വിട് ജാനകി. വയറും തലയും കയറി മുറിച്ച് ചെറിയ വെറും നിലത്ത് വെള്ള പുതപ്പിച്ച് കിടത്തത് എന്റെ ശവോ. എനിക്ക് കാണണ്ട, എനിക്ക് വേണ്ട. ആര് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കൂല. എന്റെ തീയൻ തൂങ്ങിയതല്ല, തൂക്കിയതാവന്. വളരെ മനോഹരമായിട്ട് ആ കണ്ണ്, ഞാൻ ആ കണ്ണിലാ ശ്രദ്ധിക്കുന്നത്. കണ്ണൊക്കെ നനഞ്ഞു അല്ലെ? കണ്ണ് നിറഞ്ഞു. ആക്ടിങ്ങിനിടയിൽ അതൊക്കെ അങ്ങ് വരും അല്ലേ? ജീവിക്കുകയാണ്. ഇത് എത്ര വർഷമായി പഠിക്കുന്നുണ്ട്? ഇപ്പൊ ഞാൻ 9 വർഷമായി പഠിക്കുന്നു സത്യമുദ്ര സാറ് കീഴില്. ഇപ്പൊ 2 വർഷമായി ശ്രീസ്ത സാറാണ്, സുരേഷ് ശ്രീസ്ത സാറാണ് എനിക്ക് സ്ക്രിപ്റ്റ് എഴുതി തരുന്നത്. അപ്പോ ഇതിനു മുൻപ് ഒക്കെ ഏതൊക്കെ അവതരിപ്പിച്ചു? ഇതിപ്പോ അവതരിപ്പിക്കാൻ വന്നത് ചൂടി വിൽക്കുന്ന ജാനകി. UA ഖാദറിന്റെ കഴിഞ്ഞ വർഷം ചെയ്തത് കൊച്ചു സീതയായിരുന്നു. മുന്നത്തെ വർഷം ഹൈദരലി ആയിരുന്നു കഥകളി. അതിന്റെ മുന്നത്തെ വർഷം മലയാളത്തിലെ ആദ്യത്തെ നായിക റോസി. ഇത് മറ്റേതെങ്കിലും വിഭാഗത്തിൽ മത്സരിക്കുന്നുണ്ടോ? അതോ ഞാൻ ഫോക്ക് ഡാൻസിൽ മത്സരിക്കാറുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ ഒരു ഫസ്റ്റ് മത്സര സമയത്ത് എ ഗ്രേഡ് വാങ്ങിച്ചത്. അപ്പൊ എല്ലാവിധ ആശംസകളും. മോണോ ആക്ട് ആണ് ഇപ്പോൾ കണ്ടത്. എന്ത് മനോഹരമായിട്ടാണ് ആ കുട്ടി ഇത് അവതരിപ്പിച്ചത്. കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പറയാതെ വേഗം തന്നെ ആ കുട്ടിയെ വിടേണ്ടി വന്നത്. ഇങ്ങനെ തന്നെയാണ് ഭവ്യ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ കുട്ടികൾക്കും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ആരാണ് ഇതിൽ മികച്ചത് എനിക്കറിയില്ല. ജഡ്ജിമാർ എങ്ങനെ കുട്ടികൾക്ക് എ ഗ്രേഡ് നൽകുന്നു? ഹായ്, ഇത് എവിടെന്നാ വരുന്നത്? ഏത് ഐറ്റമാ? നാടൻ പാട്ട്. ഇപ്പൊ എല്ലാം റെഡിയായി, സെറ്റ്. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഇവിടെ റൂമിലേക്ക് പോവാണ്. ഇനി മേക്കപ്പ് ഇടണം, റെഡി ആവട്ടെ. എത്ര മണിക്കാ മത്സരം? ഇനി ക്ലസ്റ്റർ ഏതാന്നൊക്കെ തീരുമാനിക്കാം അല്ലെ? എന്നാ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും, നിങ്ങൾ ടയേർഡ് ആണെന്ന് അറിയാം, എന്നാലും വന്നിട്ടില്ല. എന്നാലും നിങ്ങൾ ഒന്ന് വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടിയാലും മതി. പാടിക്കോ. പാടിക്കോ. ഏതാ പറയണ്ടേ? ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോ. ഇഷ്ടമുള്ളത് ഇന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി പോയി ചൊല്ലുന്ന മലർത്തേങ്കിളി എന്റെ കരളിന്റെ കഥ കേൾക്കുമോ കന്നിക്കുറി മാനം അവനേകുമോ അവനില്ലാതെ ഞാനില്ല ഇന്നെന്റെ കണ്ണന്റെ കാതിൽ നീ ചൊല്ലുമോ പരിഭവം പറയുമോ. അടിപൊളിയായിട്ടുണ്ട്. കൈയ്യടി കൊടുക്ക്. നിങ്ങൾ ഏത് സ്കൂളിൽ പറഞ്ഞ? GHSS ചായോട്.
യൂത്ത്. അപ്പോ ഇന്ന് എല്ലാവിധ ആശംസകളും, നന്നായി പെർഫോം ചെയ്യട്ടെ, എ ഗ്രേഡ് സ്വന്തമാക്കട്ടെ. ഇത് ആദ്യമായിട്ട് വരികയാണോ കലോത്സവം? അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് വരികയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് തൃശ്ശൂരിന്റെ ഒരു വൈബൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം പോവാൻ. സെറ്റ്. അപ്പൊ ഒരു ചിയേഴ്സ് പറഞ്ഞേ എല്ലാരും കൂടി ചേർന്ന്. ഓക്കെ, ബൈ. അപ്പൊ നമ്മുടെ കാസർഗോഡത്തെ കുട്ടികളാണ് ഇപ്പോൾ ഒരു പാട്ട് പാടിയത്. എന്ത് മനോഹരമായിട്ടല്ലേ കുട്ടികൾ പാടുന്ന നാടൻ പാട്ട് സംഘമാണ്. അവരിപ്പോ എത്തിയതേ ഉള്ളൂ. അവരെ നമ്മൾ അധിക നേരം നിന്ന് മുഷിപ്പിക്കണില്ല. എന്നാലും ക്യാമറയിൽ നിന്ന് ബൈ 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 ബൈ. ഇതാണ് ഭവ്യ. ഓരോ ദിക്കിലും എവിടെ നോക്കിയാലും കുട്ടികളുടെ വൈബും പാട്ടും അവരുടെ ഓരോ മത്സരങ്ങളും അവരുടെ കലാപ്രകടനങ്ങളും മാത്രമേ കാണാനുള്ളൂ. ഇത് കുട്ടികൾ മാത്രമല്ല, ഇവിടെ വരുന്ന ഓരോരുത്തരും. ഇന്നലെ ക്യാമറ കാണുമ്പോൾ തന്നെ ചില ആളുകളൊക്കെ വന്നിട്ട് ഒന്ന് പാട്ട് പാടിക്കോട്ടെ, ഒരു കഥാപ്രസംഗം നടത്തിക്കോട്ടെ എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും തൃശ്ശൂര് ആ കലോത്സവം ഒരു പൂരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട മത്സര ഇനങ്ങൾ കൂടി ഒന്ന് പറയേണ്ടി വരും. 121 ഇനങ്ങളാണ് ഇതുവരെ പൂർത്തിയായത്. ഇന്ന് 60 ഇനങ്ങൾ കൂടി ബാക്കിയുണ്ട്. കുച്ചിപ്പുടി, തിരുവാതിരക്കളി, പരിചമുട്ട്, വൃന്ദവാദ്യം, അതോടൊപ്പം തന്നെ ചവിട്ട് നാടകമുണ്ട്. ചവിട്ട് നാടകത്തിന് സ്ഥിരമായി നല്ല ആളുകൾ ഉള്ള പ്രേക്ഷകരുള്ള ഒരു ഐറ്റം കൂടിയാണ്. ചവിട്ട് നാടകമുണ്ട്, ഭരതനാട്യം, നാടൻപാട്ട്, പൂരക്കളി, നങ്ങ്യാർ കൂത്ത്, യക്ഷഗാനം, കേരള നടനം ഉൾപ്പെടെയുള്ള മത്സരങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ന് 50 മത്സരങ്ങളാണ് ഉള്ളത്. 25 വേദികളും നിറഞ്ഞ സദസ്സുകളിൽ തന്നെയായിരിക്കും ഇന്നും മത്സരങ്ങൾ നടക്കുക. തീർച്ചയായും. എന്തായാലും നാബി പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും, തൃശ്ശൂർ പൂരങ്ങളുടെ നാട്, കലാപൂരത്തിന്റെ അങ്ങേയറ്റം നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് മത്സരിക്കാൻ ഇറങ്ങുന്ന എല്ലാ കുരുന്നുകൾക്കും ന്യൂസ് 18ന്റെ ആശംസകൾ. നവമി ദിനേശാണ് കലോത്സവ നഗരിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മൾ ഇനി പോകുന്നത് ന്യൂസ് 18ന്റെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. ഇടുക്കി സ്വദേശി റോജി കുര്യാക്കോസിന്റെ പിറന്നാളാണ്. അപ്പോൾ റോജി കുര്യാക്കോസിന് ന്യൂസ് 18ന്റെ എല്ലാവിധ പിറന്നാൾ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ ഡിയർ റോജി കുര്യാക്കോസ്. തിരുവനന്തപുരം ബാലരാമപുരം ITU സ്വദേശി ജോയിയുടെ ജന്മദിനമാണ്. ആശംസകൾ ഒരു കുടുംബം മുഴുവൻ അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായ രാജയും അമ്മ ഓമനയും, അതുമാത്രമല്ല മദറിലോ ആയ രാധയും, ചേട്ടൻ ജോബി, ചേച്ചി ഗീത, ബിനി, അങ്ങനെ ഒരു കുടുംബം മുഴുവൻ ജോയ് ചേട്ടന് പിറന്നാൾ ആശംസിക്കുകയാണ്. ഒപ്പം ജോയ് ചേട്ടന് ന്യൂസ് 18ന്റെ പിറന്നാൾ ആശംസകൾ. വെരി ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജോയ് ചേട്ടൻ. കരിമ്പുവിളയിലെ ഷഫീഖ് റഹ്മാൻ ഫാത്തിമ ദമ്പതികളുടെ മകൾ ആയിഷ ബീവിയുടെ 5ാം പിറന്നാളാണ്. അപ്പോൾ ആയിഷ കുട്ടിക്ക്, എനിക്ക് ആ പേര് വളരെ ഇഷ്ടപ്പെട്ടു, അപ്പോൾ ആയിഷ കുട്ടിക്ക്, ആയിഷ ബീവി മോൾക്ക് പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ മോൾ. ശരി, അപ്പോൾ എന്തായാലും നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും വരും മണിക്കൂറിൽ ഉണ്ടാകും. പ്രേക്ഷകർ ന്യൂസ് 18നൊപ്പം തുടരുക. രാവിലെ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.